നമ്മൾ എത്ര കഴിച്ചാലേ മതി വരാത്തൊരു സാധനം എന്തുരാനേ പൊതിച്ചോറ്. അപ്പം ഇന്ന് സ്കൂള് വിട്ട് വന്നപ്പോൾ എക്സാം ആയിരുന്നു. എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരാഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന്. അങ്ങനെ പൊതിച്ചോറ് കെട്ടുകയാണ്. ഇപ്പം അച്ചാച്ചൻ ഇപ്പം കൊല്ലത്തുനിന്ന് വരും. അപ്പോൾ അച്ചാച്ചൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പൊതിച്ചോറാണ്. അപ്പോൾ പൊതിച്ചോറിൽ എന്തൊക്കെയാണെന്നുള്ളത് സെറ്റപ്പൊക്കെ ആക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ കറക്റ്റ് സമയം 1:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് ചടപടേന്നൊരു സംഭവങ്ങളൊക്കെ റെഡിയാക്കി പൊതിച്ചോറ് കെട്ടാൻ പോവാം. പൊതിച്ചോറ് കഴിക്കാനുള്ള ആവേശത്തിൽ ഒരാളെ ഇല വാട്ടുന്നു ആദ്യമായിട്ട് കേട്ടോ. ഞാൻ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നു. ഈ സത്യം പറഞ്ഞാൽ ഈ പൊതിച്ചോറ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ രാനി? നിനക്ക് ഇഷ്ടമല്ലാത്ത പൊതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത എന്നും ഇനി കൊണ്ടുപോകുന്നവർക്കൊക്കെ പൊതിച്ചോറ് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. പൊതിച്ചോറ് ഇഷ്ടമുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. കത്തത്തില്ല. ഇതൊക്കെ ഇങ്ങോട്ട് ആക്ക്. പരിപാടി ഞാനങ്ങ് ഏറ്റെടുത്ത കേട്ടോ. കാര്യം അവളുടെ കൈ ചൂട് അടിക്കുന്നത്. 4 ഇലയേ ഉള്ള ആകപ്പാട്. അപ്പുറത്ത് അമ്മൂമ്മയുടെ നിന്ന് ചോദിച്ച് മേടിച്ച് ഉറങ്ങി കിടന്ന അമ്മൂമ്മയെ വിളിച്ചുണർത്തി ഇല മേടിച്ചതാണ്. അന്നേരം പിന്നെ ഈ ഇല കത്തിച്ച് കളഞ്ഞാലേ ഇനി ഇല വെട്ടാൻ അതിനകത്തൊന്നും ഇല്ല. അങ്ങ് ആകാശത്ത് നിൽക്കുക, ഇല മേളിൽ നിൽക്കുക. അപ്പം ആ ഇലയിൽ നിന്ന് ചടപടേന്ന് കരങ്ങൾ നടന്നാലും നടക്കത്തില്ല. 2 മണിക്കൂർ ചോറ് കിടന്നു തുടങ്ങി ബഹളമായിട്ട്. ഇനി മുട്ടയും കൂടെ പൊരിച്ചാൽ മതി കേട്ടോ. ചമ്മന്തിയായി, മീൻ വറുത്തതായി. കഴിഞ്ഞ മീൻകറി ഉണ്ട്, പക്ഷെ മീൻകറി എടുത്താൽ അത് കൊള്ളത്തില്ല. മീൻ വറുത്തതായി, മുട്ട പൊരിക്കണം, അച്ചാറുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, എല്ലാം ആയി. ഞാനീ കഴിച്ചിട്ട് അഭിപ്രായം പറയും. ചൂട് ചോറാ പറ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി, കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഉറങ്ങി വീഴും ഇപ്പം. ഇതുകൂടെ കഴിച്ചിട്ട് ഉറങ്ങാൻ സൂപ്പറായിരിക്കും കേട്ടോ. വയറ് നിറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ. അച്ചാച്ചൻ ഇപ്പോൾ വരുമേ. അച്ചാച്ചൻ വന്നിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ. ഞങ്ങൾ കെട്ടി വെച്ചിരിക്കുക പൊതിച്ചോറ്. പക്ഷെ എനിക്കാണെങ്കിലേ ഈ വേറെ ആരെങ്കിലും പൊതിച്ചോറ് കെട്ടിയിട്ട് അത് കഴിക്കുന്നത് ഇഷ്ടം. നമ്മൾ തന്നെ കെട്ടി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കറിയെന്ന് അറിയത്തില്ലേ. അപ്പം വേറൊരാൾ കെട്ടി നമുക്ക് കാര്യമായിട്ട് തരാനാ. അപ്പം അങ്ങനെ കെട്ടിയിട്ട് കഴിക്കുന്നത് ഇഷ്ടം. മമ്മിയോട് പറഞ്ഞാൽ അമ്മ കെട്ടിയൊക്കെ തരും കേട്ടോ. മമ്മിയോട് പറയണം പൊതിച്ചോറ് എനിക്കൊന്നും കെട്ടിത്തരാം. ഇച്ചു ഇതെങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ല. അവനാണെങ്കിൽ ഇങ്ങനെ എല്ലാ കറിയും കൂടെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാം. കാരണം ഞാനൊന്ന് ഇളക്കി കൊടുത്തു നോക്കിയത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇങ്ങനെ എല്ലാം എടുക്കും മോനെ. എല്ലാം എടുത്ത് കഴിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. നമുക്ക് എരി കാന്താരി മുളക് കഴിച്ചിട്ടുണ്ട് ചമ്മന്തി. സൂപ്പർ, അടിപൊളി. ഞാനും കഴിക്കാൻ പോവാം. ചാനിയുടെ ഇല കണ്ടോ? മുളകും മുള്ളും മാത്രമേ ഉള്ളൂ ബാക്കി.